Hey everyone, welcome to my channel, guys. And in this video, I will be reacting to the official promo of Dijo Jose Antony's next film. Very, very excited. So, this movie is called Malayali from India. And this promo is. Why am I not surprised? Why am I not surprised? It's a 7-minute video, almost a 7-minute video. Are we gonna get scenes that do not happen and the events that do not occur in the film, like Janagana Mana? Huh? So, anyway, this movie stars Niveen Pauly, and I don't want to deal with this any further because the video itself is almost 7 minutes. Let's watch this promo video right away. ഹലോ ആ ബ്രോ ഡിജോ എന്തായി? ഇല്ല ഞാനിവിടെ വെയിറ്റ് ചെയ്യാം വർക്കൗട്ടാന്ന് പറഞ്ഞേ. വർക്കൗട്ടാ? ഈ നട്ടുച്ചയ്ക്കാ? ജിമ്മിലാ നമ്മുടെ ബാക്കി. ചേട്ടൻ വിളിക്കുന്നു. ലിസ്റ്റിനെ ഞാൻ വിളിക്കുന്നുണ്ട്. എപ്പോൾ വിളിക്കാം? നീ ഏതായാലും So കഴിഞ്ഞിട്ട് cool. വിളിക്കാം. The director and producer are part of the promo video. അടിപൊളി. 86 ഇതാരാ? 87 ലിജോ, എന്തൊക്കെയുണ്ട്? സുഖം ബ്രോ. അധികം നേരമായി വന്നിട്ട്? ഇല്ല ഞാൻ ജസ്റ്റ് എത്തിയുള്ളൂ. ഹെവി വർക്കൗട്ട് ആയിരുന്നു. ബ്രോ വാ, പണിയുണ്ട്. കുറെ നേരമായി എന്നെ കൊണ്ട് വെറുതെ. ട്രെയിനറാ? ട്രെയിനറാ? നീ ആകെ ടയർഡായല്ലോ. ചെല്ലു ഇതിനെ കഴിച്ചിട്ട് വന്നേ. ബാ നമുക്ക് അപ്പൊ എങ്ങനെയാ ഇവിടെ സെറ്റ് ഇടണേ? സെറ്റോ? എന്തിന്റെ? കോടതിയുടെ ഡയലോഗൊക്കെ നല്ല തീപ്പൊരിയായിരിക്കും. ഇംഗ്ലീഷും തെലുങ്കും തമിഴും ഒക്കെ കൂട്ടി നല്ല പൊളിയായിട്ട്. ബ്രോ ഇത്തവണ കോടതിയില്ല. Oh no. കോടതിയില്ലേ? ഓ മറ്റേതാണല്ലേ, പാൻ ഇന്ത്യൻ. നൈസ്. കുറച്ചേ അങ്ങനെ ഒരു ഐറ്റം പിടിക്കണം ഞാൻ ആലോചിക്കുന്നു. ബ്രോ ഇതൊന്നുമല്ല ബ്രോ, ഇതൊരു പക്ക ലോക്കൽ പടം. പറഞ്ഞു വരുമ്പോ ഓ പാൻ ഇന്ത്യനും പഞ്ചിലൊക്കെ നിന്റെ പൃഥ്വിരാജ് നമുക്ക് ലോക്കൽ അല്ലേ? എന്റെ പൊന്നു ബ്രോ, ഈ പരിപാടി ചെയ്യാൻ മലയാളത്തിൽ നിന്ന് സൗത്ത് ഇന്ത്യൻ സിനിമയിൽ വേറെ ആരുമില്ല. ശരിയല്ലേ? അതൊക്കെ എനിക്കറിയാം. നീ കാര്യം പറ ബ്രോ. ഇതൊന്ന് കേട്ടു നോക്ക്. Oh, this is cool. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും നിറകുടമായ ഒരു നാട്. A blast. ശ്യാമസുന്ദര കിരക്കിദാര ഭൂമി ജനജീവിത Okay, I love this. സമ്പന്ന നീ പാടണ്ട. ഓക്കെ, അവിടെ നമ്മുടെ കഥാനായകൻ ഹീറോ ആൽപ്പറമ്പിൽ ഗോപി. ഗോപി ആൽപ്പറമ്പിൽ കൊള്ളാം. ജന്മിയാണ്. ജന്മിയാണോന്ന് വരിക്കാശ്ശേരി മന എന്റെ മനസ്സിൽ അല്ല. പിന്നെ ജന്മിയ കൊള്ളാം. Yeah. So palatial. അവിടെ സ്നേഹനിധിയായ ഒരമ്മ. നല്ല അടക്കോ ഒതുക്കോ ഉള്ള ഒരേ ഒരു പെങ്ങൾ. ഇല്ല, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇതിനോട് ചോദിക്കരുത്. എങ്ങനെയുണ്ട്? സർ ഡംബിൾസ്. ഓ I love how the narration is completely opposite to the visuals. ജാങ്കോ നല്ല പൊളി പൊളിക്കണം, നല്ല സെറ്റ് അടിക്കണം. ഓക്കെ അല്ലേ? ലുക്കോ? ഹെയർ സ്റ്റൈല് എന്തായാലും ഒരു ട്രെൻഡ് ആവും. ഡിജോ, ഓ ലോക്കലാണെങ്കിലും ക്യാൻവാസ് നല്ല വലുതായിരിക്കണേ. ക്യാൻവാസ് വലുതാ. ഓക്കെ തള്ളു. നല്ല തള്ളാണല്ലോ. ശീലായി. പിന്നെ നമ്മുടെ ഗോപിക്ക് വേണ്ടി ചാകാൻ വരെ തയ്യാറായിട്ടുള്ള ഒരു കൂട്ടുകാരൻ. ആഹാ, അതറിയണേ. സത്യമായിട്ട് ഞാനാണ് സാറേ എല്ലാം ചെയ്ത്. ആ ഗോപി ഒറ്റയ്ക്കാ. ഞാൻ എന്റെ ബാബു സാക്ഷിയാക്കണം. ഞാൻ ഓക്കെ ആണോ? മൊത്തത്തിൽ ഇത്തിരി തടിച്ചൊക്കെ ഇരിക്കല്ലേ? ഇല്ല ബ്രോ, നിങ്ങൾ രണ്ടുപേരും ഫ്രൈമർ നിറഞ്ഞു നിൽക്കും. റിച്ചായിരിക്കും, ട്രസ്റ്റ് മീ. പ്രണയം കൃഷ്ണ. അവന് വേണ്ടി ജീവൻ തന്നെ മാറ്റിവെച്ച അവന്റെ പെണ്ണ്.
ലവ് യു കൃഷ്ണ. She's like, no. തനിക്ക് നാടുള്ളൂ എന്നെ പറയാൻ നടക്കാൻ. ഇനി കല്യാണം പ്രായമായിട്ടുള്ള മുതുക്ക. അതെ നല്ല മാസ് വേണം, മാസ്. മാസം ഉണ്ടോന്ന് ആ, ഈ സീനൊന്ന് കേട്ടു നോക്കി. പറ. ഉത്സവത്തിന് ഒരു ആനയുടെ നാട്ടുകാരെ ചിന്നി ചെതറി ഓടുന്നു. ഒരു മകൾ, ഒരമ്മ. അവിടെയാണ് നമ്മുടെ നായകന്റെ ഇൻട്രോ. ഗോപി. Is he gonna get down? Ah, okay. ആഞ്ജനേയ. സൂപ്പർ ഹീറോ. സൂപ്പർ ഡ്യൂപ്പർ ഹീറോ. His hairstyle is so adorable. So basically, he's Joe? useless. Huh? നമ്മൾ ഓ ചെയ്യുന്നു. പൊളി. താങ്ക് യു ബ്രോ. പൊളി പൊളിച്ചെടുക്കണം ബ്രോ. അല്ല നീ ടൈറ്റിൽ എന്താന്ന് പറഞ്ഞില്ലല്ലോ. ടൈറ്റിൽ ഇത്. നൈസ്, ഐ ലൈക്ക് ഇറ്റ്. Nice. പക്ഷേ തള്ളി Nice. വെച്ചിട്ടുണ്ട്. ഹ, നിവിൻ ഓക്കെ ആണ്. ജോ, ഏ? ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. എന്താ ബ്രോ? ഇന്ത്യ ആണോ ഭാരതാണോ? രണ്ടും ഒന്നല്ലേ ബ്രോ? I love how this is included. Dijo never fails to put like a social cause or something debatable as like a satire. So cool. I love it. He's back. Ooh, the song. Now I'm gonna wait for the song. Huh? This looks amazing. Loved it. I loved it. I love how unique Dijo is with his promos because I have not watched Queen, obviously, but Jana Gana Mana, the movie, the promo, we all thought like we got the shock of our lives. That last scene was just so impactful, and then that was a promo which was not at all part of the film, and it got us so freaking excited. Like we went into the movie not knowing anything about it. This one, I like how everybody's kind of trying to convince Naveen to do this film, that he's expecting that, okay, because now it's the trend, right? It's the trend of the massy hero, the larger than life hero, and this and that. But he looks like a bichara. His character, like Malayali from India, like his character looks like a full bichara, and he's up to no good. That's what it feels like to me. Like, he's so unbothered about his surroundings, and probably he doesn't know, like he has this very innocent heart or something like that, or he doesn't care. It could be either. So I loved the fact how he was kind of narrating every scenario, that okay, this is going to be the part of the film, but it was the visually we were seeing the stills from the film that were not there at all. And you see that there is some serious situation also going on here, but clearly there is a lot of comedy which is going to be part of this film. So I absolutely, and the ending song which played, this was that already like sounded so catchy. So I'm going to wait for that release as well. But since it is Dijo's film and Jana Gana Mana is a film that is just so close to my heart, because whenever I'm thinking about cinema and content and stuff like that, I always think of the impact. And Jana Gana Mana, in terms of me watching it in the theater, has been one of the best experiences. Like the shock and awe I felt while watching that film in the theater, it was unbelievable. And my hopes are very, very high. Very, very, very high. Okay, I shouldn't put pressure on the director so much. But whatever, if this is an out and out comedy, whatever genre he makes, I know it's going to be an engaging story, and I'm looking forward to that. And I have had the privilege to interview him
and really it was an honor for me, and I could really understand that, you know, he takes a lot of time in terms of putting the story together first, and he has a lot of clarity of thought. So this is a director, I mean, personally for me, I am very very excited because this is a director that I have personally interacted with. Even the editor Srijit, when I saw he was gonna, when this movie was announced and I saw he was the editor, I told him that time also that congratulations, I cannot wait to watch how you edit his upcoming film. So yeah, and Jakes Bijoy giving the music. It's great. It's great. Everything seems fine and amazing right now. I loved watching this 7-minute promo. I feel this is how now I think promos should be. I mean, we get the trailer and all of that, but I like this as a starting point. I really like this as a starting point. So, yes, that was the reaction to the promo video of Malayali from India. You guys let me know your thoughts, and I'm going to sign off now from this video, and I will see you soon on my next one. Bye.